മുന്നിനെ വിളിച്ച് മുന്നേ ഇങ്ങനെ ഡിമോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്, അതായത് മുന്നേ ചെയ്ത് നല്ലതായ ചാവാണ്ടിരിക്കാനും ഞാൻ നാട് വിടാണ്ടിരിക്കാനും വേണ്ടിട്ട് ഡിമോട്ടിവേറ്റ് ചെയ്ത് ഇതൊന്നും ചെയ്യലെന്ന് പറഞ്ഞു. അതെ 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 അതെ. എന്നിട്ട് തിരിച്ചു പോയി. ഞാൻ പബ്ജി കളി പിന്നെയും കണ്ടിന്യൂ ചെയ്തു. ഗെയിമറായിട്ട് തന്നെ മുന്നോട്ട് വലിയ ആളാകാതെ വിചാരിച്ചു. പിന്നെ നമ്മള് ഒരു പോയിന്റിൽ നമ്മള് മറ്റേ മമ്മീന്റെ ഇവന്റിൽ ഇറങ്ങുമ്പോൾ ഞാനും അസ്പാക്കിന് പ്ലാൻ ആക്കുന്നത് ഐസോ സ്പീഡ് എന്നുള്ള ഒരു ക്യാരക്ടറിന്റെ ഇൻസ്പിറേഷൻ എടുത്ത് കോപ്പി തന്നെ പറയാം, കോപ്പി ചെയ്തിട്ട് ഒരു കണ്ടന്റ് രീതി നോക്കാം. കുറച്ച് ആൾക്കാരെ ഉറപ്പിക്കേണ്ടി വരും. എന്തായാലും ഫാമിലിയും ആൾക്കാരൊന്നും എനിക്കൊരു ഇതൊന്നും തരുന്നില്ല. എന്തായാലും ഇതായതാ. അപ്പൊ പിന്നെ അതൊക്കെ ഒന്നും നോക്കാനില്ല, മുന്നോട്ട് നോക്കാനില്ല എന്നുള്ളൊരു ചിന്ത വന്നപ്പോ നമ്മളത് പ്ലാൻ ചെയ്തു. പിന്നെ ലൈഫിലെടുത്ത ഏറ്റവും വലിയ റിസ്ക് ആയിരുന്നു. കാര്യം പറയില്ല, ഇത്ര പ്രാവശ്യം പോലീസ് ഇങ്ങനത്തെ എന്തെല്ലാം സീനുകളാണ്. ഈ ഒരു ക്യാരക്ടർ ഇപ്പം കേസ് തീർന്നിട്ടല്ലോ. കാര്യം പറയാലോ എന്ന് വെച്ചാ ആ ഒരു ഇതാടാ, ആ മൈൻഡ് സെറ്റിലേക്ക് എത്തണമെങ്കിൽ അത്രയും എല്ലാം നഷ്ടപ്പെടണം. മനസ്സിലായി? എല്ലാം നഷ്ടപ്പെട്ടാലും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്താൻ പറ്റും. കാരണം എടാ അത്രയും കാലം ഒരാളോട് എനിക്ക് ഹായ് ഹലോ അല്ലെങ്കിൽ സുഖമാണോ ഫുഡ് കഴിച്ചോന്ന് പോലും എനിക്ക് ഒരു സ്ട്രേഞ്ചറോട്, എനിക്ക് അറിയാത്ത ഒരാൾ, അറിയുന്ന ആൾക്കാരോട് പോലും എനിക്ക് സംസാരിക്കാനുള്ള, എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരോട് പോലും അയൽവാസികളോട് പോലും സംസാരിക്കാൻ എനിക്ക് അറിയില്ല. കോൺഫിഡൻസ് ഇല്ലാത്ത ഞാൻ ഫുള്ളങ്ങ് പൊട്ടിത്തെറിച്ച് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അങ്ങ് എടുക്കാൻ ചോദിച്ചു, ഐസോ സ്പീഡിന്റെ ക്യാരക്ടർ. അത് എടുക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലാവും? അതായത് അത്രയും കാലം ഇത്രയും ഫേമസ് ടാലന്റ് ഉള്ള ഇവനെന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെയല്ല അഭിനയിക്കുന്നതെന്ന് ആൾക്കാർ ചിന്തിക്കൂലേ? ആ ഒരു സാധനമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലാവും? പോസ്റ്റർ പോലും മാറി. അത്രയും ഇതാ ഇങ്ങനെ അപ്പൊ ഇത് ഷോൾഡർ കളിച്ച് ഇങ്ങനെ കളിച്ച് ഞാൻ ഒരു വരങ്ങനെ പോലെ ഇങ്ങനെ ഞാൻ നടക്കല്.